ശ്രീ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാണ്. അദ്ദേഹം ഒരുപാട് ജനക്ഷേമ പ്രവർത്തനങ്ങൾ മന്ത്രി ആയിരിക്കുമ്പോഴും മന്ത്രി അല്ലാതിരിക്കുമ്പോഴും അതേസമയം തന്നെ നടനായിരിക്കുമ്പോഴും ഒക്കെ ചെയ്തിട്ടുള്ളതുമാണ്, ചെയ്തുകൊണ്ടിരിക്കുന്നുമുണ്ട്. പക്ഷെ അദ്ദേഹം അബദ്ധങ്ങൾ പറയുന്നുണ്ട്, വിടുവായുത്തങ്ങൾ പറയുന്നുണ്ട്. ഒരു പൊതുപ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു ലീഡർ പാലിക്കേണ്ടതായ മിതത്വം അല്ലെങ്കിൽ മാതൃക ആകേണ്ടവരാണ് പൊതുപ്രവർത്തകർ. അവർ പറയുന്നത് ഓരോ വാക്കും സ്ക്രൂട്ടനൈസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പം അതിനനുസരിച്ചായിരിക്കണം അവരുടെ പ്രവൃത്തിയും സംസാരവും ഒക്കെ തന്നെ അങ്ങനെയായിരിക്കണം. പക്ഷെ അദ്ദേഹം മന്ത്രിയാകുന്നതിന് മുന്നേ വിശ്വാസം എന്നുള്ളതൊക്കെ ഓരോരുത്തരുടെ സ്വകാര്യമായ കാര്യമാണ്. ദൈവത്തിൽ വിശ്വസിക്കാൻ ഒരു ഹ്യൂമൻ ബീയിങ് എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ വിശ്വാസം അദ്ദേഹത്തിൻ്റെ മാത്രമാണ്. അതിനെ ആരും നിരുത്സാഹപ്പെടുത്തുകയോ അല്ലെങ്കിൽ അതിനെ പരിഹസിക്കുകയോ ചെയ്യില്ല. ദൈവവിശ്വാസം വളരെ നല്ലതാണ്, കാരണം ദിവ്യത്വം ഉണ്ടായിരിക്കണം മനുഷ്യരല്ലേ. പക്ഷേ അദ്ദേഹം പറയുന്ന ചില എന്താ പറയുക, വളരെ സബ്നോർമലായിട്ട് ചില കാര്യങ്ങൾ ചില സമയത്തൊക്കെ ഞങ്ങൾ പറഞ്ഞു കളയും. ഒരു ദൈവത്തിന് മുന്നിൽ എല്ലാ സൃഷ്ടികളും ഒരുപോലെയാണ്. ദൈവത്തിന് ബ്രാഹ്മണനെന്നോ ദളിതനെന്നോ എന്ന വിഭാഗീയതയൊന്നുമില്ല, ഭേദചിന്ത പാടില്ല എന്നാണ് ഗീത പറയുന്നത് തന്നെ. അപ്പം അദ്ദേഹം ശരിയായ അർത്ഥത്തിൽ ഗീത വായിച്ചിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ്. അദ്ദേഹം മന്ത്രി ആകുന്നതിന് മുന്നേ എനിക്ക് താഴവൻ കുടുംബത്തിൽ ആകാൻ ആഗ്രഹമുണ്ട്, കാരണം അങ്ങനെയാണെങ്കിൽ ഭഗവാനെ അയ്യപ്പനെ നേരിട്ട് തൊടാലോ എന്ന് പറയുന്നുണ്ട്. താഴവൻ കുടുംബത്തിലെ അംഗമായതുകൊണ്ട് അയ്യപ്പൻ്റെ ശ്രീകോവിലിൽ കയറാനുള്ള ഒരു പ്രിവിലേജ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അയ്യപ്പൻ തന്ത്രിയെ കാണുന്നുണ്ടോ എന്നുള്ള സംശയമാണ്. നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ നിറമാലയ്ക്ക് കാശ് കൊടുത്തിട്ട് 1000 രൂപ കൊടുത്ത് ക്യൂ നിൽക്കാതെ കയറുന്നുണ്ട്. ഭഗവാൻ അങ്ങോട്ട് അടുത്ത് നിന്ന് കാണാലോ, ക്യൂ നിൽക്കാതെ കാണാലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആളുകൾ കയറുന്നത്. പക്ഷേ ഭഗവാൻ കാണണമല്ലോ, ഭഗവാൻ കാണുന്നുണ്ടാവില്ല, അത് മനസ്സിലാക്കുന്നില്ല. കുചേലൻ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ തന്നെ, ഭാര്യയുമായി സംസാരിച്ച് ഇറങ്ങി പോരുമ്പോൾ തന്നെ ത്രികാലജ്ഞാനിയായ ഭഗവാൻ കൃഷ്ണൻ അത് അറിഞ്ഞിട്ടുണ്ട്. കുചേലൻ അവിടെ ചെന്ന് ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടില്ല, അത് സാധിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കർമ്മഫലങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ജന്മം എന്ന് പറയുന്നുണ്ട്. നമ്മൾ മൈത്തോളജി പറയുന്നുണ്ട്, നമ്മൾ മുൻജന്മത്തിൽ ചെയ്ത പാപത്തിൻ്റെ ഫലമായിട്ടുള്ളതാണ് നമ്മുടെ ഈ പ്രസന്റ് ജന്മത്തെ നമ്മുടെ ദുഃഖങ്ങളും വിഷമങ്ങളും ഒക്കെ. സുരേഷ് ഗോപി അങ്ങനെ വെക്കുകയാണെങ്കിൽ അതാണ് ഹിന്ദു ഫെയ്ത്തിൽ പറയുന്നതെങ്കിൽ സുരേഷ് ഗോപി മുൻജന്മത്തിൽ നല്ല കർമ്മം ചെയ്തിട്ടുണ്ടായിരിക്കണം, അതുകൊണ്ടായിരിക്കാം. പക്ഷേ അതുകൊണ്ട് എപ്പോഴാണ് മനുഷ്യജന്മം പൂണ്ട് ജനിക്കുന്നതെങ്കിൽ അതിൻ്റെ കണക്ക് തീർത്ത് തന്നെ ഇവിടുന്ന് പോകേണ്ടതുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ജന്മം കൂടിയും കിട്ടി, അന്തസ്സായി ജീവിക്കാനുള്ള അവസരം കിട്ടി. പക്ഷെ മോക്ഷം കിട്ടേണ്ടതുണ്ട്. മോക്ഷം കിട്ടണമെങ്കിൽ ഭഗവാൻ അറിയേണ്ടതുണ്ട്. ഭഗവാൻ ഒരു മന്ത്രി ഭരണഘടനാ വിരുദ്ധതയാണ് പറയുന്നത്, എനിക്ക് ബ്രാഹ്മണനാവണം. ഇവിടെ ജാതീയതയില്ല, നമ്മൾ മതേതരമാണ് നമ്മുടെ ഭരണഘടന. അവിടെ എനിക്ക് ബ്രാഹ്മണനായാൽ എനിക്ക് ഭഗവാന്റെ മുന്നിൽ ബ്രാഹ്മണനും ദളിതനും പണ്ഡിതനും പാമരനും ഒക്കെ ഒരുപോലെയാണ് എന്ന് അദ്ദേഹം മറക്കുകയാണ്. ഇത്ര ശുദ്ധ വിഡിത്തങ്ങൾ അദ്ദേഹത്തിന് പറയാനായിട്ട് ഒരു ഉളുപ്പുമില്ലേ? എന്താ തന്ത്രി താഴേക്കടയുള്ള ആൾക്കാർ എത്ര മനോഹരമായിട്ട് ദൈവത്തെ പൂജിക്കുന്നത്, എത്ര സവർണര അമ്പലത്തിലേക്കാൾ എത്ര വൃത്തിയും വെടുപ്പുമാണ് ഈ താഴേക്കടയുള്ള ആൾക്കാരുടെ അമ്പലം.
അവരൊക്കെ അത്രയും വൃത്തിയും വെടുപ്പോട് കൂടിയിട്ടാണ് അമ്പലം പരിസരമൊക്കെ സൂക്ഷിക്കാൻ. മറ്റുള്ള ആൾക്കാർക്ക് പണിയെടുത്ത് ശീലമില്ല. ആ ശ്രീകോവിലിൻ്റെ ഉള്ളിൽ കാണാൻ മാറാല എട്ടുകാലിയൊക്കെ കിടക്കണം. കാരണം അതിൻ്റെ ഉള്ളിലേക്ക് ഇവർക്ക് മാത്രമേ കയറാൻ പാടുള്ളൂ. ഇവരാണെങ്കിൽ പണിയെടുത്തിട്ടുള്ളൊരു ശീലവും നേരെ ചൊവ്വേ അത് വൃത്തിയാക്കൂല്ല. അവരെടുക്കണമെന്ന മുണ്ടെന്നെ നോക്കിക്കോളൂ, മുഷിഞ്ഞിട്ടുള്ളൊരു മുണ്ടായിരിക്കും അവരെടുക്കുന്നത്. അതും കൂടി ഒന്ന് നേരെ ചൊവ്വ അലക്കാനും നനയ്ക്കാനും കഴിവില്ലാത്ത ആൾക്കാരാണ്. ഞാൻ അവരെ കുറ്റം പറയുകയല്ല. പക്ഷെ ഇദ്ദേഹത്തിൻ്റെ ഒരു അബദ്ധജടിലമായ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ അദ്ദേഹം ഒന്ന് മനസ്സിലാക്കണം, ആയിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാണ്? മനസ്സിൻ്റെ നൈർമല്യമാണ്. അധികാരവും അല്ലെങ്കിൽ ജാതീയതയോ ഒന്നുമല്ല ഭക്തിയുടെ മാനദണ്ഡങ്ങൾ ദൈവത്തിൻ്റെ മുന്നിൽ. എന്തായാലും ഭഗവാനിൽ മോക്ഷം കിട്ടി നമ്മൾ ഭഗവാനിൽ ലയിക്കണമെങ്കിൽ നമ്മൾ ഈ ജന്മത്ത് ചെയ്ത പാപകർമ്മങ്ങളൊന്നും പോകാതെ പറ്റില്ല, നമുക്ക് മോക്ഷം കിട്ടില്ല എന്നുള്ളത് 100 തരാണ്. അപ്പം അദ്ദേഹം ഇപ്പോൾ കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ട് വീണ്ടും അബദ്ധം. എനിക്ക് ശ്രീകൃഷ്ണനെ സേവിക്കാനായിട്ട് ദേവസ്വം ചെയർമാൻ ആവാൻ ആണ് ആഗ്രഹം. ശ്രീ സുരേഷ് ഗോപിയോടൊന്ന് ചോദിക്കട്ടെ, ദേവസ്വം ചെയർമാൻ ആയിട്ടാണോ കൃഷ്ണൻ്റെ കുചേലനും അതേപോലെ കുറൂരമ്മയും പൂന്താനവും ഒക്കെ കൃഷ്ണനെ സേവിച്ചിട്ടുള്ളത്? ഏറ്റവും നിഷ്കളങ്കമായിട്ടുള്ള നിഷ്കാമമായ സേവനം ചെയ്തിട്ടുള്ള ആൾക്കാരാണ് കൃഷ്ണൻ്റെ യഥാർത്ഥ ഭക്തരെ. പൂന്താനം കുറൂരമ്മയ്ക്ക് മക്കളുണ്ടായിരുന്നില്ല, പാവം. അത് ഒരു വിധവയായിരുന്നു. അതിനെ ഉപേക്ഷിച്ചിട്ട് അതിൻ്റെ വീട്ടുകാരൊക്കെ അതിനെ ഉപേക്ഷിച്ച് ആ വീട്ടിൽ നിന്ന് അവസാനം അവളെ ഒറ്റപ്പെടുത്തി പോയി. അങ്ങനെ ഒരു മാധവൻ എന്ന വീട്ടുവേലക്കാരിയുടെ മകനായ മാധവൻ എവിടെ നിന്ന് പോയി വരുമ്പോൾ ഒരു കുട്ടിയെ ഒക്കത്ത് വെച്ച് കൊണ്ടുവന്നു. ആ ഒക്കത്ത് വെച്ച് കൊണ്ടുവന്ന് ഇപ്പോൾ ഇതിന് വലിയ സന്തോഷമായി, ഈ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. പിന്നീട് ഈ ഭഗവാന് വെക്കുന്ന പൂക്കളൊക്കെ ഈ കുട്ടിയുടെ കാക്കിൽ വന്ന് വീഴുമ്പോഴാണ് കുറൂരമ്മ മനസ്സിലാക്കുന്നത് ഭഗവാൻ നേരിട്ട് കുറൂരമ്മയുടെ അടുത്തേക്ക് വന്നു. അല്ലാണ്ട് ഇപ്പോൾ ദേവസ്വം ചെയർമാനായിട്ട് അല്ല ഭഗവാൻ കുറൂരമ്മയുടെ അടുത്തേക്ക് വന്നത്. അതുപോലെ തന്നെ പൂന്താനം നമ്പൂരി, അദ്ദേഹത്തിന് കൃഷ്ണഭക്തനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരേ ഒരു സീമന്തപുത്രൻ ആ കുട്ടിയുടെ ജനിച്ച 15-ാം ദിവസമോ അല്ലെങ്കിൽ 28 ഏറ്റവും വന്ന ബന്ധുമിത്രാദികളായ ആത്തോലമ്മമാർ അവരുടെ തുണി എടുത്തിട്ട് ഈ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് ഇട്ടു, അറിയാതെ. രാത്രിയായിരുന്നു. അപ്പോൾ അതോടുകൂടി കുഞ്ഞ് ശ്വാസം കിട്ടാതെ മരിച്ചു. എന്നിട്ടും പദവിയൊന്നുമില്ല, പാവം ദരിദ്രനാണ്, പാണ്ഡിത്യവും ഇല്ല. എന്നിട്ടും കൃഷ്ണൻ അത് മറക്കാനായിട്ട്, കുറൂരമ്മയെ പോലെ തന്നെ മക്കളില്ലാത്ത ദുഃഖം മറക്കാനായിട്ട് കൃഷ്ണനെ പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ കൂടെയായിരുന്നു കൃഷ്ണൻ. എവിടെയൊക്കെ എപ്പോഴൊക്കെ കൃഷ്ണൻ അദ്ദേഹത്തെ സംരക്ഷിക്കാൻ എത്തിയിട്ടുണ്ടെന്നറിയോ? സന്താനഗോപാലം എഴുതി മേപ്പത്തൂർ ഭട്ടതിരി ബ്രാഹ്മണന് കൊണ്ടേ കൊടുത്തപ്പോൾ ഞാൻ ഭാഷാ കവിതകൾ നോക്കാറില്ല, അതിൽ അബദ്ധങ്ങൾ മാത്രമല്ലേ കാണൂ എന്ന് ചോദിച്ചപ്പോൾ, മാത്രമല്ല വിഭക്തി ഉറച്ചിട്ടുണ്ടാവില്ല, പാണ്ഡിത്യം ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അന്ന് രാത്രി മേപ്പത്തൂരിന് വാദം കൂടുകയും പറഞ്ഞു, പട്ടേരിയുടെ വിഭക്തിയേക്കാൾ പൂന്താനത്തിൻ്റെ ഭക്തിയാണ് എനിക്കിഷ്ടം എന്ന് പറഞ്ഞു. അദ്ദേഹം പിറ്റേ ദിവസം തന്നെ പോയി അത് തിരുത്താമെന്ന് അങ്ങോട്ട് ചെന്ന് പറയുകയും ചെയ്തു. കൃഷ്ണൻ എപ്പോഴും പദവിയോ അലങ്കാരമോ ഒന്നുമില്ലാത്തവരുടെ കൂടെയാണ് കൃഷ്ണൻ ഉണ്ടായിട്ടുള്ളത്. എന്താ ഇങ്ങനെ അബദ്ധങ്ങൾ പറയുന്നത്? അത്ര ഒരു അബദ്ധധാരണ സാധാരണ ജനങ്ങളിലേക്ക് എത്തിയിട്ട് എന്തെങ്കിലും ചെന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നേടാൻ പറ്റും, വലിയ വലിയ വഴിപാടുകളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. അവിടെ കൃഷ്ണ അങ്ങനെ ഈസി ആയിട്ട് പൈസ കൊടുത്ത് പ്ലീസ് ചെയ്യിപ്പിക്കാൻ പറ്റുമെന്നാണ് ധരിച്ചു വച്ചിരിക്കുന്നത്. അത്തരം ഒരു ഇത്രയും വലിയൊരാൾ നിന്ന് അത് പറയുമ്പോൾ സാധാരണ ആൾക്കാർ ലേമൻ ധരിച്ചു കളയും. അവർ ഇതാണ്, ഈ കാരണം കൊണ്ടാണ്, ഇങ്ങനെയൊക്കെയാണ് ഭഗവാനെ സേവിക്കേണ്ടത് എന്നുള്ളത്. ഇത്രയും അബദ്ധങ്ങൾ ഇദ്ദേഹം പറയാൻ തുടങ്ങിയ കേൾക്കുന്ന കുറച്ചെങ്കിലും ആളുകൾക്ക് ബുദ്ധിയും ബോധമുണ്ട് എന്നുള്ളത് സുരേഷ് ഗോപി എന്താ മനസ്സിലാക്കാത്തത്? അതേപോലെ തന്നെ ഈ സന്താനഗോപാലത്തിലെ വൈകുണ്ഠത്തെക്കുറിച്ച് വർണ്ണിക്കുന്ന ഒരു ഭാഗമുണ്ട്. ആ ഭാഗം വർണ്ണിക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിയാതെ വരുമ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ചു കിടക്കുകയാണ്. അന്ന് രാത്രി സ്വപ്നത്തിൽ വന്ന് വൈകുണ്ഠം കാണിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്.
അല്ലാതെ ദേവസ്വം ബോർഡ് ചെയർമാനായി നിന്നിട്ട് അമ്പലം വളരെയധികം അലങ്കരിക്കുകയൊന്നല്ല വേണ്ടത്. മനുഷ്യരെ സേവിക്കുക എന്നുള്ളത് മാനവ സേവയാണ് ഏറ്റവും വലിയ സേവ. ദൈവത്തിനെ സേവിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യനെ സേവിക്കുക എന്നാണ്. അതുകൊണ്ട് അവിടുത്തെ ചെയർമാനായിട്ട് നിന്നിട്ടല്ല മനുഷ്യനെ സേവിക്കേണ്ടത്. മനുഷ്യനെ സേവിക്കാനായിട്ട് ഗുരുവായൂർ അമ്പലത്തിൻ്റെ ദേവസ്വം ബോർഡ് ചെയർമാനൊന്നും അല്ല ആകേണ്ടത്. ഇങ്ങനെ വിഡ്ഢിത്തങ്ങൾ പറഞ്ഞ് ജനങ്ങളിലെ എന്താണ് ശരിയായ ഭക്തി, ജനങ്ങളെ ശരിയായ കാഴ്ചപ്പാട്ടിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്ന രീതിയിലുള്ള കോമൻസ് പാസ്സാക്കുക. അതൊരു മെമ്പർ ഓഫ് ദ പാർലമെൻ്റ് ആയിട്ടിരുന്നിട്ട് അല്ലെങ്കിൽ ഒരു മന്ത്രിയായിട്ടിരുന്നിട്ട് എന്താ സുരേഷ് ഗോപിക്ക് ഇത്ര ബോധമില്ലാണ്ടായിപ്പോയത്? എന്ത് ചെയ്താലും പറഞ്ഞാലും ഇവിടെ കേൾക്കാൻ ആളുണ്ട് എന്നൊരു തോന്നലായിരിക്കും. അദ്ദേഹം ഇങ്ങനെ കോമാളിയാവുമ്പോൾ ജനങ്ങൾ ഒരു കോമിക്കൽ ഫിഗർ, അദ്ദേഹത്തെ എനിക്ക് വലിയ ഇഷ്ടമാണ്. പക്ഷെ അദ്ദേഹം ഇത്രയും ഒരു കമേഡിയൻ്റെ നിലവാരത്തിലേക്ക് താഴുക എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. അതൊക്കെ ഭക്തി എന്ന് പറയുന്നത് എന്തിനു പറയുന്നു? നമ്മുടെ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ ഹരിനാമ കീർത്തനത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഋതുവായ പെണ്ണിനും ഇരപ്പനും ദഹകനും ആർക്കും അരുതാത്തതല്ല ഹരിനാമ കീർത്തനമെന്ന്. അത് പറഞ്ഞതിനാണ് അദ്ദേഹത്തെ സാമൂതിരി അവിടുന്ന് എക്സൈൽ ചെയ്തതൊക്കെ. പക്ഷേ ആ സാമൂതിരിയുടെ അമ്പലത്തിൽ തന്നെ ഇപ്പോൾ ഇതാ വീണ്ടും പുലർച്ചെ നേരം വെളിച്ചാകുമ്പോൾ ഹരിനാമകീർത്തനം വെക്കും, സന്ധ്യയ്ക്കും ഹരിനാമകീർത്തനം വെക്കും. അപ്പോൾ കാലത്തിൻ്റെ കാവ്യനീതി നോക്കൂ. അപ്പോൾ ശരി, ഭക്തരെ ദൈവത്തിനെ തിരിച്ചറിയാം. സുരേഷ് ഗോപി ആദ്യം ജ്ഞാനപ്പാന വായിക്കട്ടെ, ഹരിനാമകീർത്തനം വായിക്കട്ടെ, അതുപോലെ തന്നെ ഗീത ഒന്നും കൂടി വായിക്കട്ടെ, എന്നിട്ട് അദ്ദേഹം ഇത്തരം പരാമർശങ്ങൾ നടത്തട്ടെ. ഒരു മാടമ്പിയെ പോലെ കഴുത്തിലും കാതിലും ഒക്കെ സ്വർണ്ണവള അണിഞ്ഞു വന്ന പാവപ്പെട്ട ജനങ്ങൾ കിട്ടാഖനിയാണല്ലോ ഇതെന്നുള്ള രീതിയിൽ അവരെ വഴിതെറ്റിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. ഒരു പൊളിറ്റിക്കൽ ലീഡറിന് ചേർന്ന രീതിയിലുള്ള സംസാരമല്ല അത്. സുരേഷ് ഗോപി തിരുത്തേണ്ടിയിരിക്കുന്നു. നന്ദി, നമസ്കാരം.